വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. കനത്ത മഴയ്ക്ക് പിന്നാലെ കൽപ്പറ്റ കൈനാട്ടിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മലയ്ക്ക് മുകളിലെ തടയണകൾ തകർന്ന് വെള്ളവും പാറകളും ബൈപ്പാസ് റോഡിലേക്ക് പതിച്ചു. ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, വയനാട്ടിൽ മാത്രമാണ് ഇന്നിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ മഴയുണ്ടോ? അനുജ, ശക്തമായ മഴ ഇടവിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വയനാടിന്റെ പ്രത്യേകത. അത് പല മേഖലകളിലും മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തലപ്പുഴ, അതോടൊപ്പം തന്നെ പേരിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴയുണ്ട്. മാനന്തവാടി മേഖലയിൽ മഴയുണ്ട്. തൊണ്ടർനാട് മേഖലയിൽ മഴയുണ്ട്. കൽപ്പറ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടവിട്ട് മഴ പെയ്യുന്നു. ഒപ്പം മേപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ തന്നെ വയനാട് ഉണർന്നത് ഒരു മലവെള്ളപ്പാച്ചിലിന്റെ വാർത്ത കേട്ടാണ്. ആദ്യഘട്ടത്തിൽ അത് ഉരുൾപൊട്ടലാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത് അത് ഉരുൾപൊട്ടൽ ഉണ്ടായി ബൈപ്പാസിൽ എന്നുള്ളതാണ്. അതായത് നഗര ഹൃദയത്തിൽ തന്നെയാണ് ഈ ബൈപ്പാസ് ഉള്ളത്. ആ ബൈപ്പാസ് റോഡിൽ കൈനാട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ തൊട്ടടുത്തായി ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും അവിടെ ഏറ്റവും ആദ്യം എത്തുന്ന മാധ്യമ സംഘം നമ്മളാണ്. വലിയ രീതിയിൽ ഒരു ജലപ്രവാഹം തന്നെയാണ് അവിടെ രൂപപ്പെട്ടിരുന്നത്. റോഡിലേക്ക് വെള്ളം ഇരച്ച് എത്തുകയും ഒപ്പം തന്നെ പാറയടക്കം ചിതറി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിന് മുകളിലേക്ക് കയറി ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്തേക്ക് കയറി നോക്കിയിരുന്നു. ആ ഘട്ടത്തിൽ അവിടെയെല്ലാം തന്നെ അവിടെ ഈ ചെറു തടയണകൾ ഈ മലയ്ക്ക് മുകളിലുണ്ട്. തോട്ടം മേഖലയാണ്. ആ മലയ്ക്ക് മുകളിൽ നിന്നും ചെറുതടയണകൾ പൊട്ടിയ വെള്ളം കുത്തിയൊലിക്കുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി. അങ്ങനെ മലവെള്ളപ്പാച്ചിൽ ആളില്ലാത്ത മേഖലയാണ്. പക്ഷേ ഈ വെള്ളം തിങ്ങി അത് തള്ളി പൊട്ടി താഴേക്ക് ഒലിക്കുകയായിരുന്നു. ഇത് ഏതാണ്ട് ഒരു 8 മണി വരെയും ഇത്തരം മലവെള്ളപ്പാച്ചിൽ നീണ്ടു. പിന്നീട് ഘട്ടം ഘട്ടമായി അത് കുറഞ്ഞു എന്നുള്ളതാണ്. ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല. ഉടൻ തന്നെ പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തി റോഡ് സുഗമമായ രീതിയിൽ സഞ്ചാരയോഗ്യമാക്കുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ്. വയനാടിനെ സംബന്ധിച്ച് പല താഴ്ന്ന പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമുണ്ട്. വിവിധ ഇടങ്ങളിൽ, വിവിധ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മാത്രമല്ല മലയോരത്തുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പല പ്രദേശങ്ങളും, ഇക്കോളജിക്കലി സെൻസിറ്റീവായ പല പ്രദേശങ്ങളും വയനാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ മുകൾ തട്ടിൽ താമസിക്കുന്ന ആളുകൾക്കെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല കീഴ്ത്തടങ്ങളിൽ, പുഴയോരത്ത് താമസിക്കുന്നവർക്കും സമാനമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ പോകരുത്, അതുപോലെ പുഴയിൽ ഇറങ്ങരുത്, ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പുത്തുമല ഉൾപ്പെടെയുള്ള അനുഭവങ്ങളുള്ള ഇടമാണ് വയനാട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രത വേണം എന്നുള്ളതാണ്. മഴ ഇപ്പോൾ ഇടയ്ക്കിടെ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. റെഡ് അലേർട്ടാണ്. സ്വാഭാവികമായും ജാഗ്രത തുടരണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് വയനാട്ടിൽ വിദ്യാലയങ്ങൾക്ക് അവധിയായിരുന്നു. നാളത്തെ സ്ഥിതി എന്താണ് എന്നറിയില്ല. കാലാവസ്ഥ നോക്കിയാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഒരുപക്ഷെ അവധി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ആ തീരുമാനമുണ്ടാവുക വൈകിട്ടോട് കൂടിയാകും. എന്തായാലും അതിജാഗ്രതയിലാണ് വയനാടിന്റെ പല പ്രദേശങ്ങളും ഈ സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയപാതയിലടക്കം വെള്ളക്കെട്ട് ചില മേഖലകളിലെല്ലാം ഉണ്ട്. പലയിടത്തും പുഴ കരകവിയുന്ന സാഹചര്യമുണ്ട്. പുഴങ്കുനി ഉൾപ്പെടെയുള്ള ഊരുകളിൽ നിന്ന് ആളുകളെ എല്ലാം തന്നെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ പല ഊരുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ജാഗ്രത തുടരുന്നു വയനാട്ടിൽ. അനുജ, അതാണ് വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട്. ഇടവിട്ട് അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയത്. അതിനിടെയാണ് കൽപ്പറ്റ കൈനാട്ടിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. മലയ്ക്ക് മുകളിലെ തടയണകൾ തകരുകയായിരുന്നു. തുടർന്ന് വെള്ളവും പാറകളും ബൈപ്പാസ് റോഡിലേക്ക് പതിച്ചു. ഗതാഗതം ഏറെ നേരം സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ജാഗ്രതാ നിർദ്ദേശം വയനാട്ടിലെമ്പാടും നൽകിയിട്ടുണ്ട്.